നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരുതലും കൈത്താങ്ങും വെള്ളരിക്കുണ്ട് താലൂക്ക് തല അദാലത്ത് നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ആവാസ വ്യവസ്ഥ പഠനം പരിപാടി സംഘടിപ്പിച്ചു. ലോക വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം. കാഞ്ഞങ്ങാട് നഗരത്തിൽ അരങ്ങേറിയ മോക്ക് ഡ്രിൽ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് നഗരസഭ കുറ്റി കുരുമുളക് വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. എം മാനസിയുടെ ആദ്യ കാവ്യ സമാഹാരമായ ബിയോണ്ട് മൈ ഗ്ലാസസ് പ്രകാശനം ചെയ്തു. ലയൺസ് ഇന്റർനാഷണൽ സേവന വാരാചരണത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് മേലാങ്കോട്ട് സ്കൂളിലേക്ക് ബുക്ക് ഷെൽഫ് കൈമാറി. തൃക്കരിപ്പൂർ രാമവല്യം കഴുകത്തിൽ കളിയാട്ട സമാപന ദിനത്തിൽ അരങ്ങിലെത്തുന്ന പ്രധാന ദേവതകളായ പടക്കത്തി ഭഗവതി, ആര്യക്കര ഭഗവതി എന്നീ തെയ്യങ്ങളുടെ തിരുമുടിക്കുള്ള കവുങ്ങ് എഴുന്നള്ളിക്കൽ ചടങ്ങ് നടന്നു. ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. വിശദമായ വാർത്തകൾ രാത്രി 9 മണിക്ക്. നമസ്കാരം. വാർത്തകൾ വിശദമായി. കരുതലും കൈത്താങ്ങും വെള്ളരിക്കുണ്ട് താലൂക്ക് തല അദാലത്ത് നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥരെയും അപേക്ഷകരുമായും നേരിട്ട് സംസാരിക്കുന്നതിലൂടെ പരാതി പരിഹാരം എളുപ്പമാക്കി തീർക്കാൻ അദാലത്തിലൂടെ സാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഒന്നാംഘട്ട കരുതലും കൈത്താങ് അദാലത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സ് വകുപ്പ് മന്ത്രിമാർ നടത്തിയ ജനസമ്പർക്ക പരിപാടികൾ എന്നിവയിലൂടെ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുന്നതിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വായ്പയെടുത്താൽ പോലീസ് കേസുകൾ പട്ടയം ഭൂമിതരമായി CMDR ചികിത്സാ സഹായം സർക്കാർ ജീവനക്കാരുടെ ശരണാർത്ഥികളായ കാര്യങ്ങൾ റവന്യൂ ഇവിടെ അത്തരം കാര്യങ്ങൾ ഈ അദാലത്തിൽ ഉന്നയിച്ച് പകരം ഇത് രേഖകളോട് നൽകുന്ന കാര്യങ്ങൾ പരിചിതം ചെയ്ത് മെച്ചപ്പെടുകയാണ്. ന്യൂനപക്ഷ ക്ഷേമം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൽ റഹിമാൻ അധ്യക്ഷത വഹിച്ചു. പതിറ്റാണ്ടുകളായി സാങ്കേതിക കുരുക്കിൽപ്പെട്ട് നീതി ലഭിക്കാതെ പോയ നിസ്സഹായരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാണ് അദാലത്തുകൾ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അവരുടെ നിർദ്ദേശങ്ങളുമായി ഉദ്യോഗസ്ഥരുമായി അതിന് കാര്യങ്ങൾ വിശദമാക്കുന്ന രേഖകൾ കൂടി ഉണ്ടെങ്കിൽ അത് സമീപത്തിൽ ചെയ്യുക. അതിനെ പരിഹാരം കാണാനുള്ള എല്ലാ നടപടികളും തീർച്ചയായും അടിയന്തര പ്രാധാന്യത്തോടുകൂടി നൽകുന്നതാണ് ഈ മഹനീയ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്. ചില ബുദ്ധിമുട്ടുകൾക്കറിയാം ഞാൻ പ്രതീക്ഷയായിരുന്നുള്ള അഭിപ്രായത്തിൽ ചന്ദ്രശേഖരൻ MLA മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രസന്ന പ്രസാദ്, പി ശ്രീജ, TK നാരായണൻ, വെസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ഇസ്മയിൽ, സബ് കളക്ടർ പ്രദീക് ജെയിൻ, ADM P അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ സ്വാഗതവും ഡെപ്യൂട്ടി കളക്ടർ LAK രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ആവാസ വ്യവസ്ഥ പഠനം പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ ഉദ്ഘാടനം ചെയ്തു. നാട്ടറിവുകൾ, അന്യം നിന്നു പോകുന്ന ചെടികളുടെ തിരിച്ചറിവ്, വിവിധ പക്ഷിമൃഗാദികൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയെപ്പറ്റി അറിയുന്നതിനും വേണ്ടി അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പുതുക്കുന്നതിന്റെ ഭാഗമായി 2ാം വോളിയം തയ്യാറാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളുടെ ഭാഗമായാണ് ആവാസ വ്യവസ്ഥാ പഠനം പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ ഉദ്ഘാടനം ചെയ്തു.
കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ വിട്ടുപോയതൊക്കെ കൂട്ടി ചേർത്തുകൊണ്ട് ഒരു നല്ലൊരു ജൈവവൈവിധ്യ രജിസ്റ്റർ ആക്കുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടുവരുന്നത്. അപ്പോൾ ജൈവവൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ നാട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ജൈവസമ്പന്നമായ പുഴകൾ, അതോടൊപ്പം തന്നെ തോടുകൾ, കാവുകൾ, പക്ഷിമൃഗാദികൾ ഇതൊക്കെ അടങ്ങുന്നതാണ്. നമ്മുടെ ജൈവ രീതിയിലുള്ള മറ്റു സസ്യങ്ങളൊക്കെ അടങ്ങുന്നതാണ് നമ്മുടെ ആവാസ വ്യവസ്ഥ എന്ന് തന്നെ നമുക്ക് അറിയാം. അപ്പോൾ ആവാസ വ്യവസ്ഥയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ബേത്തൂർ സുൽത്താൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ തന്നെ നമുക്കറിയാം, നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അടങ്ങിയതാണ് നമ്മുടെ ആ ഭൂമി. ആ ഭൂമിയെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്നിവിടെ ഒരു പഠനയാത്ര എന്നാണ് നമുക്ക് പറയാം. ബാലകൃഷ്ണൻ അന്യം നിന്നു പോകുന്ന നാട്ടറിവുകൾ, ഔഷധ സസ്യങ്ങൾ, അന്യം നിന്നു പോകുന്ന പക്ഷി മൃഗാദികൾ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു. എത്തിയ ഉടനെ ഇവിടെ പൊൻകുരണ്ടി അല്ലെങ്കിൽ ഏകനായകൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ചെടിയാണ്, വള്ളിച്ചെടിയായത് ശ്രദ്ധയിൽപ്പെട്ട് കാണും. പൊൻകുരണ്ടി എന്ന് പറയും, ഏകനായകൻ എന്ന് പറയും. അങ്ങനെയുള്ള ചെടി ഈ മുള്ളുള്ളതിന് നിങ്ങൾ ഇവിടെ എന്താ പറയാന്നറിയില്ല, ചെന്നാർവള്ളി ഇല്ല, അതാണ് നമ്മളെ കടമ്മനിട്ട കവിതയിലൊക്കെ പറയുന്ന കരിയിലാഞ്ചി വള്ളി. കരിയിലാഞ്ചി കാട്ടിൽ നിന്നും കുറത്തിയെത്തുന്നു, കേട്ടിട്ടുണ്ടോ? കുറത്തി എന്നുള്ള കവിതയിൽ കരിയിലാഞ്ചി വള്ളി പോലെ കുറത്തി ഉറയുന്നു എന്ന് പറയുന്നത് മലഞ്ചൂരൽ മലയിൽ നിന്നും കുറത്തിയെത്തുന്നു തുടങ്ങുന്നത് തന്നെ. അപ്പം അങ്ങനെയുള്ളത്. പിന്നെ നമ്മളെ ഇതൊക്കെ തീപ്പൊള്ളലിന് പ്രധാനമായിട്ടും ഔഷധി എന്ന് പറഞ്ഞ കമ്പനിയില്ലേ സർക്കാരിൻ്റെ, ആ ഔഷധി തീപ്പൊള്ളലിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ബേൺ ക്യൂർ എന്ന് പറയുന്ന ഒരു ഓയിൻമെന്റ് ഉണ്ടാക്കുന്നത് രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹരിത കേരള മിഷൻ പ്രവർത്തകനും അധ്യാപകനുമായ വേലാശ്വരത്തെ സുബ്രഹ്മണ്യൻ മാസ്റ്ററുടെ കുടുംബത്തിന്റെ അധീനതയിലുള്ള 2 ഏക്കർ സ്ഥലത്തെ സ്വാഭാവിക വനത്തിലാണ് പരിപാടിയുടെ ഭാഗമായി കാട് കയറിയുള്ള പഠന പ്രവർത്തനങ്ങൾ നടന്നത്. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം. കാഞ്ഞങ്ങാട് നഗരത്തിൽ അരങ്ങേറിയ മോക്ക് ഡ്രിൽ ശ്രദ്ധേയമായി. ഫ്ലാഷ് മോബും നാടകവും അരങ്ങേറി. സമയം തിങ്കളാഴ്ച വൈകിട്ട് 3:45. ഒരു ഓട്ടോറിക്ഷയെ പിന്തുടർന്നെത്തിയ പോലീസ് വാഹനം കാഞ്ഞങ്ങാട് ബേങ്ങശ്ശേരി ബിൽഡിംഗിന് മുന്നിലെത്തുകയും ഓട്ടോറിക്ഷ ഡ്രൈവറോട് വാഹനത്തെ സൈഡ് ചേർത്ത് നിർത്താൻ പറയുകയും പിന്നീട് അതിൽ നിന്ന് ഡ്രൈവർ ഇറക്കി കൊണ്ടുപോവുകയും ചെയ്യുന്നു. സ്മൃതി മണ്ഡപത്തിനടുത്തെത്തിയ പോലീസ് സംഘം ഡ്രൈവറോട് അവിടെ കണ്ട പ്ലാസ്റ്റിക് കൂടെടുക്കാൻ ആവശ്യപ്പെടുകയും തത്സമയം അവിടെയെത്തിയ SPC കുട്ടികൾ ഇത് ഇയാൾ തന്നെ ഇവിടെ ഇട്ടു എന്ന് പറയുകയും ചെയ്യുന്നു. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികളെ അഭിനന്ദിച്ച് ഡ്രൈവറെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നു. കണ്ടുനിന്നവർക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. പിന്നീടാണ് അറിഞ്ഞത് ലോക വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മോക്ക് ഡ്രില്ലാണിതെന്ന്. പിന്നീട് തിരക്കേറിയ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്തും ജനമൈത്രി പോലീസിന്റെ ഈ മോക്ക് ഡ്രിൽ അരങ്ങേറി. ശുചിത്വ മിഷൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭ, SPC പ്രൊജക്ട് കാസർഗോഡ്, ജനമൈത്രി പോലീസ്, NSS നെഹ്റു കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായാണ് മോക്ക് ഡ്രില്ലും ഫ്ലാഷ് മോബും നാടകവും റാലിയും നടത്തിയത്. കാഞ്ഞങ്ങാട് ടൗണിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കണ്ടു തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതുപോലെ ജില്ലാ ശുചിത്വ മിഷൻ, അതുപോലെ തന്നെ SPC, പോലീസ്, NSS ഒക്കെ ചേർന്നുകൊണ്ട് ഒരേ ലക്ഷ്യം, ഒരേ സന്ദേശം നൽകിക്കൊണ്ടാണ് ഇന്നിവിടെ ഈ ഫ്ലാഷ് മോബും അതുപോലെ തന്നെ റാലിയും ഈ നാടകവും ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരോടും ഒന്ന് തന്നെയാണ് പറയുന്നത്, മാലിന്യങ്ങൾ അത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മാലിന്യം എന്നുള്ളത് അത് പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയേണ്ടതല്ല. നമ്മുടെ മണ്ണിനെയും ജലത്തെയും ഒക്കെ മലിനമാക്കിക്കൊണ്ട് അത് ഇനി വരുന്ന തലമുറയ്ക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നശിപ്പിക്കുന്ന ഒരു പ്രവണത ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് പല പൊതു ഇടങ്ങളും ഇത്തരത്തിൽ മലിനമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി അത് സ്വയം തോന്നലിൻ്റെയും സ്വയം ബോധവൽക്കരണത്തിൻ്റെയും ഫലമായിട്ട് നടപ്പാക്കുന്നില്ലെങ്കിൽ അവിടെയാണ് നിയമങ്ങൾ അതിൻ്റെ ചുമതല നിർവഹിക്കുക. അതുകൂടി ഇവിടുത്തെ ഈ നാടകത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സന്ദേശം നൽകിക്കഴിഞ്ഞു. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത് അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ റാലിയുടെ ഫ്ളാഗ് ഓഫ് നടത്തി. പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ G സുധാകരൻ മുഖ്യാതിഥിയായി. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KV സരസ്വതി, കല, K പ്രഭാവതി, നഗരസഭാ സെക്രട്ടറി മനോജ് N, ഹരിത കേരളം റിസോഴ്സ് പേഴ്സൺ ബാലചന്ദ്രൻ K, ശുചിത്വ മിഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ JNP,
അസിസ്റ്റന്റ് കോർഡിനേറ്റർ സനൽ എം, NSS പ്രോഗ്രാം ഓഫീസർ ജ്ഞാനേശ്വരി, സോഷ്യൽ പോലീസ് ഡിവിഷൻ കൺവീനർ രാമകൃഷ്ണൻ ചാലിങ്കാൽ, അധ്യാപകരായ സിന്ധു, വഹീദ, ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി എന്നിവർ സംസാരിച്ചു. ഹോസ്റ്റർ ഇൻസ്പെക്ടർ പി അജിത് കുമാർ സ്വാഗതവും SPC അഡീഷണൽ നോഡൽ ഓഫീസർ തമ്പാൻ ടി നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ഹോസ്റ്റർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെയും SPC കേഡറ്റുകൾ, നെഹ്റു കോളേജിലെ NSS വോളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. വലിച്ചെറിയലിനെതിരെ കുട്ടികൾ അവതരിപ്പിച്ച ബോധവൽക്കരണ നാടകവും ഫ്ളാഷ് മോബും ശ്രദ്ധേയമായി. പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ ശക്തമായി പ്രവർത്തിക്കാൻ പൊതുസമൂഹത്തോട് സുജാത ടീച്ചർ ആഹ്വാനം ചെയ്തു. നാടകത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത മോഹനൻ പെരിയയെ ചടങ്ങിൽ വെച്ച് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ കുറ്റിക്കുരുമുളക് വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം നടത്തിയത്. കുറ്റിക്കുരുമുളക് ഇപ്പോൾ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന ഒന്നാണ്. പൊതുവെ താങ്ങുമരങ്ങളിൽ പടർത്തുന്ന രീതിയാണ് കുരുമുളകിനായി ചെയ്യാറുള്ളത്. എന്നാൽ സ്ഥലലഭ്യതക്കുറവ് പലപ്പോഴും കുരുമുളക് കൃഷിയിൽ നിന്നും ആളുകളെ അകറ്റാറുണ്ട്. കുറ്റിക്കുരുമുളക് വീടുകളിൽ പോലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും പരിപാലിക്കുകയും ചെയ്യാം. 10 വർഷം വരെ കായ്ഫലം തരാൻ ഇവയ്ക്ക് സാധിക്കും. കാഞ്ഞങ്ങാട് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭാ പരിധിയിലുള്ളവർക്ക് കുറ്റിക്കുരുമുളക് വിതരണം ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചെടികളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ അത് 2 ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം അതിൻ്റെ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്ക് വേണ്ടുന്ന കുരുമുളക് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ചെടിയാണ്. ഇത് മുൻപ് ഉപയോഗിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ അനുഭവത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ 2024-25 വാർഷിക പദ്ധതിക്കകത്ത് ഇങ്ങനെ ഒരു കുറ്റിക്കുരുമുളക് ചെടിയുടെ പദ്ധതി വച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ കർഷകർക്ക് നമ്മൾ എല്ലാം സ്വയം പര്യാപ്തത നേടുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇത് വാങ്ങിക്കാൻ പോയാലേ അറിയുള്ളൂ അല്ലേ. നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ളതാണ് കുരുമുളക്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിന് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു വസ്തുവാണ്. എന്നിട്ടും നമ്മളിത് വാങ്ങിക്കാൻ പോയാൽ ഇതിൻ്റെ വിലയറിയാം. വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ മുരളീധരൻ സ്വാഗതം പറഞ്ഞു. കേലത്ത, പ്രഭാവതി, സി രവീന്ദ്രൻ, മുഹമ്മദ് കുഞ്ഞി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. M. മാനസയുടെ ആദ്യ കാവ്യ സമാഹാരമായ ബിയോണ്ട് മൈ ഗ്ലാസസ് പ്രകാശനം ചെയ്തു. കാഞ്ഞങ്ങാട് റോട്ടറി സെന്ററിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. കണ്ണടച്ചിലിനപ്പുറത്തുള്ള വിശാലമായ കാഴ്ചകൾ തേടുന്ന M. മാനസയുടെ ആദ്യ കാവ്യസമാഹാരമായ ബിയോണ്ട് മൈ ഗ്ലാസസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കാഞ്ഞങ്ങാട് റോട്ടറി സെന്ററിൽ നടന്ന ചടങ്ങിൽ കവിയും കലാകാരനുമായ MR വിഷ്ണുപ്രസാദ്, കവയിത്രിയും പടന്നക്കാട് നെഹ്റു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ MK റുഖയ്ക്ക് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. ലളിതമായ ഭാഷയിൽ ആശയവിനിമയം നടത്തുന്നതാവണം കവിതയെന്ന് വിഷ്ണുപ്രസാദ് പറഞ്ഞു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ. ഈ കീനോട്ട് എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കേട്ടത്. കീനോട്ട് എന്നുള്ള വാക്ക് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു വാക്കാണ്. യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് കീനോട്ട്. കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് കോളേജിൽ. കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയുടെ മാറ്റത്തെ ഏറ്റവും ആദ്യം അടയാളപ്പെടുത്തുന്ന ജീവികളെയാണ് കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നത്. ഓൾ പോയറ്റ്സ് ആർ അല്ലെങ്കിൽ പോയറ്റ്സ് ബിലോങ് ടു ദി സ്പീഷീസ് ഓഫ് കീസ്റ്റോൺ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഈ കീനോട്ട് അഡ്രസ്സിൽ പ്രധാനമായ 3 കാര്യങ്ങളാണ് ഈ പുസ്തകത്തെ മുൻനിർത്തി വളരെ വേഗത്തിലുള്ളൊരു വായനയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഡിഫറൻഷ്യൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു ആശയം. വാട്ട് ഈസ് പോയട്രി? കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും ഇരിട്ടി MG കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായ പ്രമോദ് പിള്ളച്ചാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു കവിത 100 പേർ വായിക്കുമ്പോൾ 100 അർത്ഥതലങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അഗാധ തലങ്ങളിലേക്ക് തിരിച്ചറിയുന്ന മാനവികതയുടെ ജൈവസത്തയിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റണമെങ്കിൽ മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ വേണം. മനുഷ്യനെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം നമ്മുടെ സാംസ്കാരിക മണ്ഡലങ്ങളാകെ ഫോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ മുരുകൻ്റെ ഒരു കവിതയിൽ പറയുന്നത് എനിക്ക് കണ്ണട വേണമെന്നുള്ളതാണ് അല്ലേ? കാഴ്ചകളെല്ലാം മങ്ങി തുടങ്ങി എനിക്ക് കണ്ണട വേണമെന്നുള്ളതാണ്. മാനസ പറയുന്നത് എനിക്ക് കണ്ണടയും പോലെ കണ്ണടയുടെ അപ്പുറത്തേക്ക് പോകണമെന്നുള്ളതാണ്. അപ്പോൾ എഗെയിൻ ആ കാലത്തിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ അധ്യക്ഷനായി. ഡോക്ടർ എം കെ റുഖയ പുസ്തക പരിചയം നടത്തി. സാംസ്കാരിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ, മാതൃഭൂമി റിപ്പോർട്ടർ ഇ വി ജയകൃഷ്ണൻ, പെരിയ എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഇ എസ് ലത, ചിത്രകാരൻ മേലത്ത് ദാമോദരൻ നമ്പ്യാർ, വിജിത പി നമ്പ്യാർ, എം ജാൻവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡി ഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. ലയൺസ് ഇന്റർനാഷണൽ സേവന വാരാചരണത്തിന് തുടക്കമായി.
ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലേക്ക് ബുക്ക് ഷെൽഫ് കൈമാറി. സേവന വാരാചരണത്തിന്റെ ഭാഗമായി വിവിധ മാതൃകാ പ്രവർത്തനങ്ങളാണ് ലയൺസ് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നത്. ഇതിനകം നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലേക്ക് ബുക്ക് ഷെൽഫ് കൈമാറി. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ K. ശ്രീനിവാസ് ഷേണായി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗ് തുടങ്ങിയത് ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. 5 ചെറിയ കുട്ടികൾ വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നടത്തിയത്. When prayers go up, blessings come down എന്നാണ്. അതായത് നമ്മൾ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷം നമ്മളിൽ ചൊരിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ന് നമ്മുടെ കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ശ്യാംപ്രസാദ് പുറവങ്കര അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ അനിൽകുമാർ, PTA പ്രസിഡന്റ് JNG, കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് മുൻ പ്രസിഡന്റുമാരായ സജിത്, സുരേഷ് ബാബു KV, അധ്യാപിക വനജ, ക്ലബ് സെക്രട്ടറി ജിപ്സൺ അലക്സ്, ട്രഷറർ യതിൻ ചെരിപ്പാടി എന്നിവർ സംസാരിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിൻ്റെ 24-25 വർഷത്തിൻ്റെ സേവന വാരത്തിൻ്റെ തുടക്കമാണ് ഇന്ന് തൊട്ട് ഒരാഴ്ച വരെ നമ്മുടെ ഡിസ്ട്രിക്റ്റിലുടനീളം ഉള്ള എല്ലാ ക്ലബ്ബുകളും പല സേവന പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇന്ന് നമ്മുടെ കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിൻ്റെ ഈ സേവന വാരത്തിലുള്ള പല പദ്ധതികളുടെയും തുടക്കമാണ് ഇന്ന്. നമ്മുടെ ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് ഈ AC കണ്ണൻ നായർ മെമ്മോറിയൽ ഗവൺമെൻറ് UP സ്കൂളിൻ്റെ തൊട്ട് മുമ്പിലാണ്. പല വർഷങ്ങളായി നമ്മളെല്ലാ വർഷവും എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനം ഈ സ്കൂളിൽ ചെയ്യുക എന്നുള്ളത് ഒരു പതിവാണ്. ഈ വർഷം നാം കുട്ടികളുടെ ഇവിടെ ഈ ഗ്രന്ഥശാല, ലൈബ്രറിയും റീഡിംഗ് റൂമും ഈ സ്കൂളിലുണ്ട്. ഇവിടെ പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഷെൽഫ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് ഇന്ന് അത് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് പരിസരത്ത് 4 വർഷമായി പ്രവർത്തിച്ചു വരുന്ന മത്സ്യവിപണന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ഉടമകളും മത്സ്യവിതരണ തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് കട പ്രവർത്തിക്കുന്നതെന്നും വ്യാജ ആരോപണങ്ങളാണ് കേന്ദ്രത്തിനെതിരെ ചിലർ ഉന്നയിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ പഞ്ചായത്തിനു മുന്നിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള സമരമാണെന്ന് സ്ഥാപന ഉടമകൾ പറഞ്ഞു. 8 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ബീരിച്ചേരിയിലെ മത്സ്യവിപണന കേന്ദ്രം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ചിലർ ചേർന്ന് നിർബന്ധപൂർവ്വം അടപ്പിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത്, ആരോഗ്യവകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് ബീരിച്ചേരിയിൽ കട പ്രവർത്തിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. ജീവനക്കാരെ അടുത്ത കടയിലെ വെള്ളം പിടിക്കുന്നത് എന്റെ അറിവ്. കുപ്പിവെള്ളമില്ല, അവിടെ ലൈം ഉണ്ടാക്കുന്നതും ജ്യൂസ് ഉണ്ടാക്കുന്നതും നമ്മുടെ ടാങ്കിന്റെ അടുത്തായിട്ടുള്ള 8 മീറ്റർ ദൂരപരിധിക്കുള്ളിലായിട്ടുള്ള കിണറിലാണ്. അത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഇവര് വാദം ഉന്നയിക്കുന്നത് 30 മീറ്ററിൽ കൂടുതൽ ദൂരപരിധിക്ക് സ്ഥിതി ചെയ്യുന്ന കിണറിലെ വിഷയം എന്നാ പറയുന്നത്. അതിന് ശാസ്ത്രീയമായിട്ട് നിയമപരമായിട്ട് പരിശോധിച്ചിട്ട് നമ്മളിതെല്ലാം നടപടിയെടുക്കാം. നമ്മൾ ഇന്നും ആ വാക്കിൽ ഉറച്ചു വെക്കുന്നത് 2 വർഷം മുമ്പ് എന്താണോ പറഞ്ഞത് അതിന്റെ ഇന്നും നമ്മളെ മുന്നിലുള്ളതായോ. ഇത് വായിസിന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി മാത്രമാണ്. ഒരു സംശയമില്ല. ജനങ്ങളെയും അവിടുത്തെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് എന്റെ പിന്നിൽ ഇത്രയും ആളുകളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമത്തിന് ഇവിടുത്തെ പത്രക്കാരെന്ന് നിങ്ങളടക്കം കൂട്ടുനിൽക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. ശാസ്ത്രീയമായ പരിശോധനകൾ കഴിഞ്ഞ ശേഷമാണ് ലൈസൻസ് ലഭിച്ചത്. ഇനി ഈ കട തുറക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് അടപ്പിക്കുമ്പോൾ കടയിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ പല ഇനം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് വിൽക്കാനുള്ള സാവകാശം പോലും അനുവദിക്കാതെയാണ് പഞ്ചായത്ത് അംഗവും കൂടെയുള്ളവരും പെരുമാറിയതെന്നും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിനാണ് തങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമിച്ചതെന്നും ഇവർ വ്യക്തമാക്കി. എന്നാൽ പലതവണ പഞ്ചായത്ത് പ്രസിഡന്റുമായും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളുമായും ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു ചർച്ചയിലും സഹകരിക്കാൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ
ഉൾപ്പെടെ തയ്യാറായില്ലെന്നും തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഘട്ടത്തിലാണ് കോടതിയെ സമീപിച്ചതെന്നും ഇവർ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ മത്സ്യവിപണന കേന്ദ്രം ഉടമകളായ പി മഹമ്മൂദ്, ബി ജാഫർ, പി കെ കമറുദ്ദീൻ, മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷൻ STU സംസ്ഥാന സെക്രട്ടറി സാഹിർ പാലക്കൽ, വി കെ അർഷാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ രാമവല്യം കഴകത്തിൽ കളിയാട്ട സമാപന ദിനത്തിൽ അരങ്ങിലെത്തുന്ന പ്രധാന ദേവതകളായ പടക്കത്തി ഭഗവതി, ആര്യക്കര ഭഗവതി എന്നീ തെയ്യങ്ങളുടെ തിരുമുടിക്കുള്ള കവുങ്ങ് എഴുന്നള്ളിക്കൽ ചടങ്ങ് നടന്നു. പുലിയന്നൂരിലെ താഴത്തുവീട് തറവാട്ട് വളപ്പിൽ നിന്നും അനുഷ്ഠാനങ്ങളോടെയാണ് കവുങ്ങ് മുറിച്ചെടുത്ത് രാമവല്യം കഴകത്തിൽ എത്തിച്ചത്. 2.5 പതിറ്റാണ്ടിന് ശേഷം പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്ന തൃക്കരിപ്പൂർ രാമവല്യം കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ അനുബന്ധ ചടങ്ങുകളിൽ പ്രാധാന്യമുള്ള കവുങ്ങ് എഴുന്നള്ളിക്കലിനായി ആചാരസ്ഥാനികരുടെ നേതൃത്വത്തിൽ 100 കണക്കിന് ബാല്യക്കാർ ഉൾപ്പെടുന്ന സംഘമാണ് പുലിയന്നൂരിലെത്തിയത്. കവുങ്ങുകൾ മുറിച്ചെടുത്ത ശേഷം തുടർന്ന് ആരവത്തോടെ ബാല്യക്കാരുടെ നേതൃത്വത്തിൽ നിലം തൊടാതെ ചുമലിലേറ്റി കഴകത്തിലെത്തിക്കുകയായിരുന്നു. രാമവല്യം കഴകത്തിന്റെ കീഴ്ഘടക കാവുകളിൽ നിന്നും അറകളിൽ നിന്നുമെത്തിയ 100 കണക്കിന് ബാല്യക്കാർ കുത്തനെയുള്ള കയറ്റിറക്കങ്ങളിലും വിവിധ ഗ്രാമവീഥികളിലും ഗോവിന്ദ ഗോവിന്ദാമന്ത്രണത്തിൽ ആചാര അനുഷ്ഠാനങ്ങളോടെയാണ് ചുമലിലേറ്റിയ കവുങ്ങുകൾ രാമവല്യം കഴകത്തിന്റെ നടയിലെത്തിച്ചത്. 1000-ൽ പരം പേർക്ക് ഭക്ഷണ വിതരണവും കഴകത്തിൽ വെച്ച് നടന്നു. മാർച്ച് 5 മുതൽ 12 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് ഒരുക്കങ്ങൾ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്നും ആരോഗ്യകരമായ യുവത്വമാണ് സമൂഹത്തിന്റെ നട്ടെല്ലെന്നും ആരോഗ്യപൂർണമായ ജീവിതം വളർത്തിയെടുക്കാൻ KMCC അടക്കമുള്ള പ്രവാസി സംഘടനകൾ ബോധവൽക്കരണം നടത്തണമെന്നും AKM അഷ്റഫ് MLA അഭിപ്രായപ്പെട്ടു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ടേബിൾ ടോക്ക് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷനായി. ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ആസിഫ് ഹസങ്കടി സ്വാഗതം പറഞ്ഞു. ഉംറ കഴിഞ്ഞ് തിരിച്ചെത്തിയ ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് TRന് സ്വീകരണം നൽകി. ജില്ലാ കമ്മിറ്റിക്ക് ഉപദേശക സമിതി അംഗങ്ങളായി MA മുഹമ്മദ് കുഞ്ഞി, TKC അബ്ദുൽ ഖാദർ ഹാജി, EB അഹമ്മദ് ചെടക്കൽ, റഷീദ് ഹാജി കല്ലിങ്കാൽ, മഹമ്മൂദ് ഹാജി പൈവളികെ, സലീം ചേരങ്കൈ, അയ്യൂബ് ഉറുമി എന്നിവരെ തെരഞ്ഞെടുത്തു. അബുഹൈൽ KMCC ആസ്ഥാനത്ത് ചേർന്ന ടേബിൾ ടോക്കിൽ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ സഹഭാരവാഹികൾ, ചെയർമാനും മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജനറൽ കൺവീനറുമായി 15ഓളം സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ഹനീഫ് TR നന്ദിയും പറഞ്ഞു. മെട്രോ മുഹമ്മദ് ഹാജി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് ജനുവരി 15-ന് ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ചിത്താരി ഹസീന ക്ലബ് ആതിഥ്യമരുളുന്ന രണ്ടാമത് KFA അംഗീകൃത ഫുട്ബോൾ ടൂർണമെന്റിൽ 19ഓളം ടീമുകൾ മത്സരിക്കും. 2 ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഡയമണ്ട് കപ്പുമാണ് ചാമ്പ്യന്മാർക്ക് മെട്രോ കപ്പ് ടൂർണമെന്റിലൂടെ സമ്മാനിക്കുന്നത്. 1 ലക്ഷം രൂപ റണ്ണേഴ്സിന് നൽകും. സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന മെട്രോ മുഹമ്മദ് ഹാജിയുടെ പേരിൽ ഹസീന ക്ലബ്ബ് നടത്തുന്ന രണ്ടാമത്തെ ടൂർണമെന്റാണ് ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത്. മികച്ച കായിക സംഘാടകൻ കൂടിയായിരുന്ന മെട്രോ മുഹമ്മദ് ഹാജിയുടെ പേരിൽ ഇത്തവണയും നടക്കുന്ന ടൂർണമെന്റിന്റെയും ലക്ഷ്യം ജീവകാരുണ്യ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് വളരെ സുപരിചിതനായ നമ്മുടെ ക്ലബിൻ്റെ മുഖ്യ രക്ഷാധികാരിയായിരുന്ന നമ്മുടെ നാടിൻ്റെ വെളിച്ചം എന്നറിയപ്പെട്ടിരുന്ന മർഹൂം മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ്, അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കപ്പെട്ടിരുന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ആ അണഞ്ഞുപോയ വിളക്ക് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി നമ്മൾ ഏത് രീതിയിൽ ഓർക്കപ്പെടണം എന്ന് ഞങ്ങൾ ആലോചിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം നടത്തണമെന്ന് ചിന്തിക്കുകയും പഴയ കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന മെട്രോ മുഹമ്മദ് ഹാജി സാഹിബിൻ്റെ പേരിൽ
ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ്, കളക്ഷൻ ഫുട്ബോൾ ടൂർണമെൻറ്റ് താൽക്കാലിക ഗാലറി നിർമ്മിച്ചുകൊണ്ട് നമുക്ക് നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും അതിൽ വരുന്ന സാമ്പത്തിക മിച്ചം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന വീടില്ലാത്തവർക്ക് വീട് നൽകുക, അതുപോലെ തന്നെ രോഗികളായവർക്ക് വീൽ ചെയർ പോലുള്ള സാമഗ്രികൾ നൽകുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സംരംഭം ഞങ്ങൾ 2023 ജനുവരി 15 ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 12 കിലോമീറ്റർ അപ്പുറത്തുള്ള പാലക്കുന്ന് പ്രത്യേകം തയ്യാറാക്കിയ ഗാലറിയിൽ ഫ്ലഡ് ലൈറ്റ് നിർമ്മിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിച്ചത്. സീസൺ 1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. കഴിഞ്ഞ 2023 മെട്രോ കപ്പ് പാലക്കുന്ന് എന്ന പ്രദേശത്താണ് ഞങ്ങളതിനെ സംഘടിപ്പിച്ചത്. അത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മെട്രോ കപ്പ് വളരെ ഗംഭീരമായി കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂർണമെൻറ്റായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാങ്ങിയ ഒരു ടൂർണമെൻറ്റാണ് നമ്മുടെ മെട്രോ കപ്പ്. അതിനേക്കാളും വളരെ ഗംഭീരമായി ഇപ്രാവശ്യം നടത്താൻ വേണ്ടിയാണ് നമ്മളിവിടെ പത്രസമ്മേളനം വിളിച്ചത്. പുറത്തു നിന്നുള്ള വിദേശ താരങ്ങളും അതേപോലെ കേരളത്തിൽ അറിയപ്പെടുന്ന താരങ്ങളൊക്കെ നമ്മുടെ ആ ടൂർണമെൻറ്റിൽ പങ്കെടുക്കും. നമ്മുടെ ഈ കപ്പ് തന്നെ സംഘടിപ്പിച്ചത് സ്പോർട്സുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ള ബഹുമാനപ്പെട്ട മെട്രോ മുഹമ്മദ് ഹാജിയുടെ നാമധേയത്തിലാണ്. മത്സരത്തിൽ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ലേസർ ഷോ ഈ ഫുട്ബോൾ മേളയുടെ ആകർഷണമാണ്. കൂടാതെ സെവൻസ് ഫുട്ബോൾ ചരിത്രത്തിൽ രണ്ടാമതായി വാർ സിസ്റ്റം മെട്രോ കപ്പിൽ റഫറിങ്ങിനായി ഉപയോഗിക്കുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്. മികച്ച 19 ടീമുകളാണ് കളിക്കളത്തിൽ ഇറങ്ങുന്നത്. ദേശീയ താരങ്ങളും ISL താരങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളും ടൂർണമെന്റിൽ അണിനിരക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ഹസൻ യാഫ, ബഷീർ ബങ്കച്ചേരി, ഹുസൈൻ CH, C റംഷീദ്, നിസാമുദ്ദീൻ CH, മുഹമ്മദ് അലി പീടികയിൽ, ഫൈസൽ ചിത്താരി, സൈനുദ്ദീൻ TV, ജബ്ബാർ ചിത്താരി, ജാഫർ ബങ്കച്ചേരി, നൌഷാദ് CM, അസ്കർ VV, സമീൽ CB എന്നിവർ സംബന്ധിച്ചു. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ടൈംലി ഗുഡ് സർവീസ്. ഓൾ ഓഫ് യുവർ ഗുഡ് നഴ്സസ്. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി
ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി വാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. ചിത്താരി അഹമ്മദ് അഷ്റഫ് മൗലവി അനുസ്മരണം പാറപ്പള്ളി ദാറു റഷാദിൽ നടന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. പാറപ്പള്ളി ദാറു റഷാദ് ചെയർമാനായ ചിത്താരി അഹമ്മദ് അഷ്റഫ് മൗലവി നിസ്വാർത്ഥ സേവകനും പുതുതലമുറയ്ക്ക് മാതൃകയാണെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. പാറപ്പള്ളി ദാറു റഷാദിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശേഷം ഈ സ്ഥാപനം എന്റെ മരണശേഷം എങ്ങനെയാണ് നടന്നു പോകുക, ഉയർത്തുക എന്ന് നിങ്ങൾ പറഞ്ഞു തരണമെന്ന് സ്വാഗത സംഘം ചെയർമാൻ പറക്ലായി ഹസീനാർ ഹാജി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഹാഫിൽ മുഹമ്മദ് കൗസർ സഖാഫി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഹസനുൽ അഹ്ദൽ തങ്ങൾ മുഹിമാത്ത്, കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി, റഷീദ് സഖാഫി, BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, മൂസ സഖാഫി കളത്തൂർ, ഷിഹാബ് പാണത്തൂർ, അബ്ദുൽ ഹമീദ് മൗലവി, ഷിഹാബുദ്ദീൻ അഹ്സനി, മഹമ്മൂദ് അംജദി, അബ്ദുറഹ്മാൻ ഉർഫാനി, റിയാസ് ബദവി, ഇക്ബാൽ നഗർ, പാറപ്പള്ളി ജമാഅത്ത് സെക്രട്ടറി KM അബ്ദുറഹ്മാൻ, A ഉമർ, മാട്ടുമൽ ഹസൻ ഹാജി, മാഹിൻ ചിത്താരി, അബ്ദുൽ ലത്തീഫ് ചിത്താരി എന്നിവർ സംസാരിച്ചു. VC അബ്ദുല്ലാഹി സൈദി സ്വാഗതവും സുബൈർ പടന്നക്കാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ശ്രീ സത്യസായി സേവാ സംഘടന ജനുവരി 19 മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. ഹോസ്ദുർഗ മാരിയമ്മൻ കോവിലിന് സമീപമുള്ള സത്യസായി സേവാ സമിതി ഹാളിലാണ് പരിപാടി. ശതവർഷ ജന്മോത്സവത്തിന്റെ ഭാഗമായി കാസർഗോഡ് ശ്രീ സത്യസായി സേവാ സംഘടന ജനുവരി 19 മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മൻ കോവിലിനു സമീപമുള്ള സത്യസായി സേവാ സമിതി ഹാളിലാണ് പരിപാടി. 90കളിലാണ് സത്യസായി ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത്. 2.5 ലക്ഷം പേരോളം ഹാർട്ട് ഓപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ട് 30 വർഷം കൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്, ഒരുപാട് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത് സത്യസായി സേവാ സംഘടനയിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ വന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1-2 കൊല്ലമായിട്ട് രജിസ്റ്റർ ചെയ്തവർ കാണും. ഞങ്ങളൊരു ഗ്രീൻ ചാനൽ തുറക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഓപ്പറേഷൻ പെട്ടെന്ന് നടത്തി കൊടുക്കാം. അങ്ങനെയുള്ളവരും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.
രജിസ്റ്റർ ചെയ്തിട്ട് ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ബാംഗ്ലൂർ ഹോസ്പിറ്റലിലോ പുട്ടപ്പർത്തി ഹോസ്പിറ്റലിലോ ഹാർട്ട് ഓപ്പറേഷനോ ബ്രെയിൻ ഓപ്പറേഷനോ ഒക്കെ വെയിറ്റ് ചെയ്യുന്നവർ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളൊരു ലിസ്റ്റ് കൊടുക്കും, അതൊരു ഗ്രീൻ ചാനൽ വഴി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വർഷം ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അറിയിക്കാൻ നിങ്ങളുടെ പത്രത്തിൽ കൊടുത്താൽ നല്ലതാണ്. സത്യസായി സേവാ സംഘടനയുടെ വിദ്യാഭ്യാസ വിഭാഗം സ്റ്റേറ്റ് കോഓർഡിനേറ്റർ സുരേഷ് MR ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ആർ സതീഷ് കുമാർ, അരവിന്ദൻ PV, രാജീവ് കുമാർ CP, പ്രേമലത MP എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ MT അനുസ്മരണം നടന്നു. കേരള NGO യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും കലാവേദിയുടെയും നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ MT അനുസ്മരണം നടന്നു. കേരള NGO യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും കലാവേദിയുടെയും നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. പാണ്ഡവന്മാരെ സഹായിക്കാൻ ഈ ഘടോത്കചൻ വരുന്നുണ്ട്. ഘടോത്കചന്റെ ഒരു ദിവസത്തെ വീരപരാക്രമമൊക്കെ കഴിഞ്ഞിട്ട് യുദ്ധം കഴിഞ്ഞ് ആശ്രമത്തിൽ പടകുടീരത്തിൽ എല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി അർജുനനോട് അതിൻ്റെ മറ്റു ബന്ധുക്കളോട് യുധിഷ്ഠിരനോട് കൃഷ്ണൻ പറയുന്നത് ഞാൻ അവനെ കൊല്ലിച്ചു എന്നാണ്. അപ്പം ഘടോത്കചനെ ഞാൻ കൊല്ലിക്കുകയായിരുന്നു എന്നാണ്. അപ്പം ഘടോത്കചനെ കൊല്ലിക്കുന്നത് എന്തിനാണ്? രാജാവാകേണ്ടതാരാണ്? ദുര്യോധനൻ, സുയോധനൻ എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ നമ്മുടെ യുധിഷ്ഠിരൻ എന്ന് പറയുന്ന ആള് ശക്തനല്ല. രാജാവ് ശക്തനായിരിക്കണം എന്നാണ്. അദ്ദേഹം ശക്തനല്ല. അദ്ദേഹം വർത്തമാനം കൊണ്ട് ആളുകളെ കീഴ്പ്പെടുത്തിയിരുന്ന ഒരാൾ മാത്രമാണ്. ഒരു രാജാവാകാനുള്ള ഒരു യോഗ്യത അദ്ദേഹത്തിന് ഇല്ല എന്ന് മഹാഭാരതം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ രാജാവായാൽ ആ രാജാവിനുണ്ടാകുന്ന മക്കൾക്കാണ് പിന്നീടുള്ള രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുക്കുക പഴയ നിയമം അനുസരിച്ച്. കേരള NGO യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും NGO കലാവേദിയുടെയും നേതൃത്വത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി G അംബുജാഷൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം K ഭാനുപ്രകാശ്, ജില്ലാ പ്രസിഡന്റ് V ശോഭ, ജില്ലാ സെക്രട്ടറി T ദാമോദരൻ, കലാവേദി കൺവീനർ PV മഹേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബേക്കൽ അഗ്രോ കാർണിവൽ സമാപിച്ചു. സമാപന സമ്മേളനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക പ്രദർശനവും ഫ്ലവർ ഷോയും സെമിനാറും കലാപരിപാടികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ കാർണിവലിന് സമാപനമായി. സമാപന സമ്മേളനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ അധ്യക്ഷത വഹിച്ചു. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത, ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് T ലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK വിജയൻ, സീത K, ഗീത V, ലക്ഷ്മി തമ്പാൻ, പുഷ്പ MG, പുഷ്പ ശ്രീധരൻ, ദാമോദരൻ A, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഹരികൃഷ്ണൻ S, T സുധാകരൻ എന്നിവർ സംസാരിച്ചു. അബ്ദുറഹ്മാൻ M സ്വാഗതവും V സൂരജ് നന്ദിയും പറഞ്ഞു. കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളും സാങ്കേതിക വിദ്യകളും പകർന്നേകുന്നതിനൊപ്പം വിനോദ ഉപാധികളും ഉൾപ്പെടുത്തി പിലിക്കോട് നടന്നുവരുന്ന ഫാം കാർണിവലിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഓൺ ദ ജോബ് ട്രെയിനിംഗ് പ്രോഗ്രാമിനും തുടക്കമായി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഒരുക്കിയ ഫാം കാർണിവൽ കർഷകർക്കും കൂട്ടായ്മകൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ആസ്വാദ്യകരമാവുകയാണ്. കാർണിവലിന്റെ ഭാഗമായി വിവിധ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ഓൺ ദ ജോബ് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. കേന്ദ്രത്തിലെ പട്ടേൽ ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. വെള്ളത്തിലിറങ്ങാണ്ട് മീൻ പിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഹാർഡ് വർക്ക് ഫൈൻസ് സ്കൂൾസ്. കഠിനാധ്വാനം ചെയ്താൽ അതിന്റെ ഫലം കിട്ടും. തീർച്ചയായിട്ടും നമ്മൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയണം. ഏത് പ്രവർത്തനത്തിലും നമ്മുടേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ഇപ്പോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആനല്ലേ അല്ലേ? മുസ്ലിം മതവിശ്വാസികൾക്ക് ഖുർആൻ പോലെ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് ബൈബിള് പോലെ ഹിന്ദു മതവിശ്വാസികൾക്ക് രാമായണ ഭഗവത്ഗീതയായിക്കോട്ടെ അല്ലേ? ആ ഭഗവത്ഗീത പോലെ മക്കളെ അല്ലേ തിരുവള്ളൂരിന്റെ തിരുക്കുറളുണ്ട്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ T വനജ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ EV മീര മഞ്ജുഷ, PK രതീഷ്, അളക ബാലൻ,
കൈക്കൂട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ബിജു പ്രമോദ്, തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കെ നീന എന്നിവർ സംസാരിച്ചു. വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബംഗളൂരു TD ഹെൽത്ത് ആൻഡ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ TP സേതുമാധവൻ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുതലും കൈത്താങ്ങും വെള്ളരിക്കുണ്ട് താലൂക്ക് തല അദാലത്ത് നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ആവാസ വ്യവസ്ഥ പഠനം പരിപാടി സംഘടിപ്പിച്ചു. ലോക വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം. കാഞ്ഞങ്ങാട് നഗരത്തിൽ അരങ്ങേറിയ മോക്ക് ഡ്രിൽ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് നഗരസഭ കുറ്റി കുരുമുളക് വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. M. മാനസയുടെ ആദ്യ കാവ്യ സമാഹാരമായ ബിയോണ്ട് മൈ ഗ്ലാസസ് പ്രകാശനം ചെയ്തു. ലയൺസ് ഇന്റർനാഷണൽ സേവന വാരാചരണത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് മേലാങ്കോട്ട് സ്കൂളിലേക്ക് ബുക്ക് ഷെൽഫ് കൈമാറി. തൃക്കരിപ്പൂർ രാമവല്യം കഴുകത്തിൽ കളിയാട്ട സമാപന ദിനത്തിൽ അരങ്ങിലെത്തുന്ന പ്രധാന ദേവതകളായ പടക്കത്തി ഭഗവതി, ആര്യക്കര ഭഗവതി എന്നീ തെയ്യങ്ങളുടെ തിരുമുടിക്കുള്ള കവുങ്ങ് എഴുന്നള്ളിക്കൽ ചടങ്ങ് നടന്നു. ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. വിശദമായ വാർത്തകൾ രാത്രി 9 മണിക്ക്. നമസ്കാരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.